Hello guys, welcome back to my YouTube channel. It's me, Ankuti, and you're watching Ami on your duo. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ശേഷം നമ്മൾ ബെല്ല ഇവിടെ എത്തിൻ്റെ. അപ്പോൾ ഇന്ന് ബെല്ലയെ അച്ചോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മീ അമ്മക്കുട്ടി അന്വേഷിച്ച് അമ്മയോ. അപ്പോൾ ഇപ്പോൾ രണ്ടാൾക്കാർ വന്നില്ലേ, അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അച്ചോട്ടനും ബെല്ലും ഇന്നിവിടെ സ്റ്റേ ആണ് ഗൈസ്. ഞാൻ എന്താ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ അമ്പലത്തിൽ അയ്യപ്പൻപാട്ടാണ് ഗൈസ്. ഒരു മിനിറ്റ് ഞാനൊന്ന് ഓർക്കട്ടെ ഗൈസ്. ഞാനിവിടുന്ന് ബണ്ണ് മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്മ. അപ്പോൾ ഒരു ബണ്ണ് എടുത്ത് ഞാനിവിടെ എൻ്റെ ബെഡിൻ്റെ അവിടെ വന്ന് കുളിച്ചിരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത ഗൈസ്, ഇതാ ബണ്ണൊക്കെ തീർക്കണു പറഞ്ഞിട്ട്. അപ്പോൾ അവർ എൻ്റെ ഒരു ഓടി വന്ന് സ്വഭാവം ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ അപ്പോൾ ഇന്ന് അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഇന്നൊരു കസിൻ എന്താ പറയുക ബെല്ല അച്ചോടനൊക്കെ ഉള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ രാത്രിത്തേക്ക് മക്രോണിയാണ് ഗൈസ് ഉണ്ടാക്കാൻ പോണേ. മാക്രോണി ഞാൻ മാക്രോണീനെ മക്രോണി വിളിക്കാം. അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് സിമ്പിൾ വേയിട്ട് മക്രോണി പറയാം. അപ്പോൾ നമുക്ക് മാക്രോണിയാണ് ഉണ്ടാക്കാൻ പോണത്. അവന് അവിടെ പാട്ട് വെച്ച് വൈബാക്കാണ്. ഞാൻ ആദ്യം പോയിട്ടൊന്ന് എനിക്കട്ടെ. ഞാനിവിടെ ഉള്ള സ്പോഞ്ചിൽ ഇരിക്കുകയായിരുന്നു. ആരെങ്കിലും എന്നെ പിടിക്കും. ഒരു മിനിറ്റ് ആദ്യം നമുക്ക് അവന് എന്താ ചെയ്യണ നോക്കാം. പാട്ട് വെക്കായിരിക്കും. നീ കേട്ടത് ശരിയാ, കാടലകി സോസ് കണ്ടിട്ടില്ല. അതാണ് എന്റെ മാക്രോണി ഉണ്ടാക്കാൻ അമ്മ അവനി ബെല്ല ഞാൻ ഇവിടെ പിന്നെ പാസ്ത, വെറും പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ തെറ്റിദ്ധരിച്ചു, മാക്രോണി അല്ല പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ബെല്ലയും അമ്മയും ഞാനുമാണ് ഈ ഇവിടുത്തെ ഷെഫ് എന്ന് പറയുന്നത്. നമുക്ക് കുലസ്ത്രീ വയ്ക്കാം. കുലസ്ത്രീ അമ്മ കുലസ്ത്രീ അമ്മലാവത്തെ കുലസ്ത്രീ. ബെല്ല സോസ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ ബെല്ല വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ്. എന്തൊക്കെയാണ് ബെല്ല ഇട്ടത്? എന്താ പാല്, ഓയില്, ബട്ടർ, മൈദ. ബെല്ല ഇളക്കുന്നുണ്ട്. ബെല്ല പറയൂ. ബെല്ല അളവ് പാല് കൂടുതല്, പിന്നെ കുറച്ച് മൈദ, ഇത് തിക്കാവാനുള്ള പരുവത്തിലുള്ള മൈദ, പിന്നെ ബട്ടർ. ഓക്കെ. ഇവിടെ ക്യാരറ്റ് സാധനമൊക്കെ അരിയാണ്. ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ക്യാബേജ് ഉണ്ട്. നമുക്ക് വരെ ഹെൽപ്പ് ചെയ്യാം. കമോൺ. എന്താണ് ആമി ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? ഞാനിത് അരിഞ്ഞുതരാം. സിമ്പിള് ഫ്ലോപ്പ്. ആമി ഫ്ലോപ്പ്. മാറി അമ്മ എടുത്തുതരാം. അല്ല ആവൂല, അത് സ്ട്രക്കായി കിടക്കാണ്. മറിച്ച് തരാം. അതിന് മാത്രമല്ല പാസ്ത ചുടുവെള്ളത്തിലിടാം. ഞാൻ ക്യാമറ ഇടുന്നത്. അമ്മയുടെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ട്.
എന്താ നമ്മൾ പാസ്ത മൊത്തം കേൾക്കുകയാണ്. ഇത് വെള്ളം നമ്മൾ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാസ്ത എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ക്യാരറ്റ് അരിഞ്ഞെടുക്കാം. ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. ഓക്കെ, വെള്ള വൈറ്റ് സോസ് ഉണ്ടാക്കണം. നമുക്കിനി ഇത് ഉണ്ടാക്കാം. അയ്യോ, ഒരു ഹെൽപ്പിന് ആമി എടുത്തു കൊടുക്കാം. മഞ്ഞ ഭരണി ഇതൊന്നും ഇളക്കട്ടോ. അവനി അതാ ബെല്ല പറഞ്ഞ പോലെ ഇളക്കൂ. അവരുടെ കോൺട്രിബ്യൂഷൻ ഇളക്കൂ. നല്ല ഇളക്കണേ. താഴെ കൈയൊന്നും പൊല്ലരുത്. എന്താ അവനിക്കുട്ട, എന്ത് വേണം കണ്ണ? അവനിക്കുട്ടിക്ക് ഇളക്കണോ? ആമി ചേച്ചിക്ക് ഇളക്കാൻ കൊടുക്കൂ. അവനിക്കുട്ട ചന്തക്കരി വാ. ആമിക്കുട്ടി മാറി നിൽക്കൂ. ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കാം. നിങ്ങൾ ചെയ്തോളൂ. നമുക്ക് കാര്യം കൊടുക്കാം. നമ്മളവിടെ പാസ്ത വെന്തുകൊണ്ടിരിക്കണ പാസ്ത ഇളക്കട്ടെ. ഇടയിൽ കൂടെ ആ ക്യാമറയിൽ എടുത്തിട്ട് ബെല്ലയുടെ സോസ് ഏത് അവസ്ഥയായി ഒന്ന് കാണിക്കാം. ഇച്ചിരി സോസ് കുറഞ്ഞു പോയോന്ന് സംശയം എനിക്കും തോന്നുന്നു. പക്ഷെ ഇല്ല, അതുണ്ടല്ലോ കുറെ ഉണ്ടല്ലോ. വേറെ പാലുണ്ട്, വൈറ്റ് സോസ്. അപ്പൊ ഇതിന്റെ ചീസും ഒക്കെ ഇടുമ്പോ ആവും. വൈറ്റ് സോസ് ഷേസ്വാണോ? ബട്ടറിന്റെ മണം എന്താ വില? ഭയങ്കര ചൂടായിരിക്കും. നമ്മുടെ വൈറ്റ് സോസ്, വെജിറ്റബിൾസ് അപ്പൊ നമ്മള് എല്ലാം അരിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മൾ ക്യാപ്സിക്കം ഇടാം. ഇനി ക്യാബേജ് അരിഞ്ഞെടുക്കാം. നമ്മളിത് അവിടെ ക്യാരറ്റും ക്യാപ്സിക്കും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. റെഡി. പാസ്ത ഓൺ ദ വേ. അരിഞ്ഞപ്പോൾ കൈ ചോന്ന് കഴിച്ചതിൻ്റെ ഇടയിൽ പെട്ടു. അത്യാവശ്യത്തിന് വേദനയുണ്ടായിരുന്നു ആദ്യം, കുഴപ്പമില്ല. എനിക്കിവിടെ അവരുടെ മുട്ട് തട്ടി കഴിച്ചു. ഇവിടെ ഇപ്പം എന്തോ വേദനയുണ്ട്. നമ്മുടെ ക്യാബേജ് ഉണ്ട്, ഇവിടെ ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. ഇത് മൂന്നെണ്ണം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാസ്ത റെഡി. ഒരു പ്ലേറ്റ് പിടിക്കാൻ തൂങ്ങി. ഇതിനെ നേരെ മാറി വെള്ളം ഉണ്ടാക്കിയ വൈറ്റ് സോസിൽ മുക്കുക. എന്നിട്ട് ഇതിനെ പാസ്ത കാര്യം ചെയ്യാം. നമ്മൾ ഇന്ന് നമ്മൾ മേടിച്ച ബണ്ണും ആ വൈറ്റ് പാസ്ത സോസും നോക്കുമ്പോൾ ടേസ്റ്റ് നോക്കാം. ബട്ടറും ഗാർലിക്കും ഇട്ടിട്ട് നന്നായി ഇറക്കി നമ്മുടെ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഇടാൻ പോവാണ്. ഇതില് ഉപ്പിടാം. നമ്മൾ ഇതിലോട്ട് പാലൊഴിച്ചു. ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇവിടെ വൈറ്റ് പാസ്ത അല്ല, വൈറ്റ് പാസ്ത ഞാൻ സോസ് സോസ്
നമുക്കൊക്കെ വീഡിയോ ഫ്രെയിം ഹൈയിലാണ് കേട്ടോ. പിന്നെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ നോക്കി. ഗായ്സ് ഇനി നമുക്ക് ചീസ് ഇടാം. കുറച്ച് ബട്ടർ ഇടാം നമുക്ക്. ഇളക്കുന്നത് നമുക്ക് ഇളക്കുന്ന ശീലമില്ല. ഇത് നമുക്ക് മാക്രോണി സോറി പാസ്ത മൊത്തം നമ്മുടെ പാസ്ത അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. ബൈ ബൈ. ഇപ്പം നമ്മുടെ അമ്പലത്തിൽ അയ്യപ്പമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഫാമിലി കാണാൻ വേണ്ടി പോവുകയാണ്. അതായത് ഫുൾ ഫാമിലി ഒന്നുമില്ല, നമ്മൾ 3 ആൾക്കാർ, ഞാൻ, അമ്മ, അവനി, പിന്നെ അച്ഛൻ. അച്ഛൻ വന്നു.